അപ്പോൾ ഇതിനിടയ്ക്ക് സ്ലോ ആയിട്ട് ചെടികൾക്ക് കാൽസ്യം കിട്ടും. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർഷങ്ങളോളം മണ്ണ് അസിഡിക്കാതെ നമുക്ക് ന്യൂട്രലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളെ മണ്ണ് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യാനുള്ള മണ്ണ് നമ്മളെപ്പോഴും ന്യൂട്രലായി നിൽക്കണം. ന്യൂട്രലായാലും മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ശരിക്കും വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മണ്ണ് ന്യൂട്രലാക്കാൻ വേണ്ടി നമ്മളൊക്കെ എന്താ ചെയ്യാറുള്ളത്? കുമ്മായ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കും, അതേപോലെ പച്ചക്കക്കപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വർഷങ്ങളോളം നമ്മളെ മണ്ണ് പേച്ച് ലെവലിൽ നല്ല രീതിയിൽ ക്രമപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിട്ട് കൊടുത്താലാണ് നമുക്ക് സാധിക്കുക, അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഒരു ഫസ്റ്റായിട്ടൊക്കെ നമ്മൾ കൃഷി തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ചെടി ഫസ്റ്റായിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ണ് നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യാറുള്ളത്? ആദ്യം നമ്മൾ സൂര്യതാപീകരണം ചില ആ മണ്ണ് കുറച്ച് വെയിൽ കൊള്ളിക്കും കുറച്ച് ദിവസം. അപ്പോൾ സൂര്യതാപീകരണം ചെയ്യുമ്പോൾ അതിലുള്ള നമുക്ക് ചെടിക്ക് വെച്ചാൽ നമ്മളെ കൃഷിക്ക് ദോഷം ചെയ്യുന്ന ചെറിയ ചെറിയ ബാക്ടീരിയകളും ഇതൊക്കെ നശിച്ചു പോയിക്കോളും. അങ്ങനെ സൂര്യതാപീകരണം ചെയ്തതിന് ശേഷമാണ് അതിൽ നമ്മൾ കുമ്മായാണ് വെച്ചാൽ ഫസ്റ്റായിട്ട് കൃഷിക്ക് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും കുമ്മായാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ കുമ്മായ ഇട്ടിട്ട് മണ്ണൊരു 10 ദിവസമൊക്കെ നല്ല ഈർപ്പത്തിൽ വെച്ചിട്ട് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ചെടി നടുക. അപ്പോഴാണ് ചെടികൾക്ക് വളങ്ങൾ പെട്ടെന്ന് തന്നെ വലിച്ചിരിക്കാനൊക്കെ പറ്റുള്ളൂ. ഇനി ചിലർ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളൊരു മണ്ണ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുമ്മായ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതിന് ശേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോളോമേറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1.5 മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തിലെങ്കിലും നമ്മളിത് മണ്ണ് ന്യൂട്രലാക്കി കൊണ്ടുപോകണം. അല്ലാതെ നമുക്ക് ചിലപ്പോൾ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. കാരണം പെട്ടെന്ന് തന്നെ അസിഡിക്കാവും. പ്രത്യേകിച്ച് കേരളത്തിലെ മണ്ണ് നമുക്ക് വെയിലും മഴയും മാറി മാറി വരുന്നതുകൊണ്ട് അസിഡിക്ക് കൂടുതലായിരിക്കും, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ ഒരു മാസമൊക്കെ ടൈം കിട്ടുള്ളൂ. ഇനി മാക്സിമം പോയി ഒരു 1.5 മാസം വരെ ടൈം കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 2 ആഴ്ചനെ കൊണ്ട് 3 ആഴ്ചനെ കൊണ്ട് തന്നെ മണ്ണ് അസിഡിക്കാവും കേട്ടോ. കാരണം മഴ കുത്തിയൊലിച്ച് പെയ്യുന്ന ടൈമിൽ തന്നെ നമ്മളെ മണ്ണിലുള്ള പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടും. ആ ഒരു സമയത്ത് നമ്മളെ മണ്ണ് അസിഡിക്കാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്തിൻ്റെ ടൈമിൽ ചില മഴക്കാലത്തും അതേപോലെ എല്ലാതും നമുക്ക് ഇപ്പോൾ വർഷങ്ങളോളം മണ്ണ് ന്യൂട്രലാക്കി കൊണ്ടുപോകാൻ എന്താണ് ഇട്ട് കൊടുക്കുക എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ 3-ൽ ഏതാണെന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതിന് നമുക്ക് നല്ലത് പച്ചക്കക്കപ്പൊടിയാണ് കേട്ടോ. ഈ പച്ചക്കക്കപ്പൊടി ഇങ്ങനെ തരി ആയിട്ട് ഉള്ളത് കൊണ്ട് നമ്മളെ മണ്ണിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ലോ ആയിട്ടാണ് റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മഴൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ കുമ്മായിട്ട് നല്ല രീതിയിൽ മണ്ണ് ട്രീറ്റ് ചെയ്ത് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം ആവുന്ന ടൈമിൽ നമുക്ക് ഈ പച്ചക്കക്കപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഈ പച്ചക്കക്കപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 3 മാസമൊക്കെ ഇത് മണ്ണിൽ തന്നെ ഇങ്ങനെ കിടക്കും. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ മണ്ണ് കുമ്മായിട്ട് നല്ല ട്രീറ്റ് ചെയ്ത് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ മാസം പച്ചക്കക്കപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു, ഓവറായിട്ട് ഇളക്കരുത്. കാരണം ഇതേപോലത്തെ പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേര് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ ഇളക്കുന്ന ടൈമിൽ തന്നെ വേര് പൊന്തി വരുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉറയ്ക്കാത്ത മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ കാര്യമായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ പച്ചക്കക്കപ്പൊടി ഈ സൈഡിലായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. ഇല്ലേ, ഇതേപോലെ നമ്മളിങ്ങനെ വിതറി കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളൂ. അപ്പോൾ ഒരു 3 മാസം 4 മാസമൊക്കെ ഈ തരി ആയിട്ടുള്ളത് അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് സ്ലോ ആയിട്ട് ചെടികൾക്ക് കാൽസ്യം കിട്ടും. അപ്പോൾ മണ്ണ് എപ്പോഴും നമുക്ക് ന്യൂട്രലാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നമ്മളിനി അടുത്തത് എപ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ പച്ചക്കക്കപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2 മാസം ഒക്കെ കഴിയുമ്പോൾ ഈ തരി കാണുന്നുണ്ടല്ലോ, ഈ തരി നമ്മൾ മണ്ണിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി എടുത്തിട്ട് മേലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തിലൊരിക്കൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരുള്ളൂ. അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വർഷങ്ങളോളം മണ്ണ് അസിഡിക്കാതെ നമുക്ക് ന്യൂട്രലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ മണ്ണ് ന്യൂട്രലായി നിന്നാൽ മാത്രമേ നമ്മൾ എന്ത് പൊന്നും വളം ഇട്ട് കൊടുത്താലും അത് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്നില്ല, ഞാൻ നല്ല രീതിയിൽ വളം കൊടുക്കുന്നുണ്ട് പക്ഷേ ചെടി മുരടിച്ചും കൊണ്ടേ നിൽക്കുന്നതെന്നുള്ള അത് മണ്ണ് അസിഡിക് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പലരും ചോദിക്കുന്നത്, ഞാൻ ഇതിന് മുന്നേ തന്നെ കുമ്മായം, ഡോളോമേറ്റ്, പച്ചക്കക്കപ്പൊടി ഇതിനെക്കുറിച്ചിട്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പലരും ചോദിച്ചതാണ്, പലരും പറഞ്ഞതുമാണ്, എതിർത്തതുമാണ്. അത് ചില പച്ചക്കക്കപ്പൊടി ഇട്ടുകൊണ്ട് മാത്രം തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും, അത് ചില മണ്ണ് ന്യൂട്രലാക്കി കൊണ്ടുപോകാം, കുമ്മായം ഡോളോമേറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ശരിയാണ്. ചില ഈ പച്ചക്കക്കപ്പൊടി ഇതിലും നൈസായിട്ട് പൗഡർ രൂപത്തിലും വരും കേട്ടോ. ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അങ്ങനെ നമുക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ ആ നൈസ് രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ ചെടികൾക്ക് അയച്ചാൽ മണ്ണിലേക്ക് പെട്ടെന്ന് തന്നെ ലയിച്ച് ചേരും. അപ്പോൾ മണ്ണ് പെട്ടെന്ന് തന്നെ ന്യൂട്രലാക്കും. പക്ഷേ ഇത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, ഇതൊരു തരിയായി നിൽക്കുമ്പോൾ പെട്ടെന്ന് മണ്ണിലേക്ക് ലയിക്കില്ല. അപ്പം അസിഡിക്കായ മണ്ണിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്താൽ സ്ലോ ആയിട്ടല്ലേ റിലീസ് ആവുള്ളൂ.
അപ്പോൾ പെട്ടെന്ന് തന്നെ മണ്ണ് ന്യൂട്രൽ ആവൂല. അപ്പോൾ അതുകൊണ്ടാണ് പച്ചക്കക്കപ്പൊടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ചാൽ നമ്മളൊരു ചെടി നടുമ്പോൾ മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പച്ചക്കക്കപ്പൊടി ഇതുപോലെ തരിതരിയായിട്ടുള്ള പച്ചക്കക്കപ്പൊടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഗുണം നമുക്ക് പെട്ടെന്ന് കിട്ടൂല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം നമ്മളെ മണ്ണ് അസിഡിക് ആണെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടൂല. ചെടി നമ്മൾ നട്ട ഉടനെ തന്നെ ചിലവർ പറയില്ല പുതിയ ശിഖരമൊന്നും വരുന്നില്ല, മുരടിച്ച് അവിടെ നിൽക്കുകയാണെന്നുള്ളത്. ഇതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുമ്മായ ഇട്ട് നല്ല രീതിയിൽ മണ്ണ് ട്രീറ്റ് ചെയ്ത് വളങ്ങളൊക്കെ ഇട്ട് ചെടി നട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ പച്ചക്കക്കപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കുക. അതൊരു 2 മാസം 3 മാസം കൂടെ നമ്മൾ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തരി മേലെ ഇല്ല കാണാതാവുമ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തു പോയാലും മണ്ണ് എപ്പോഴും ന്യൂട്രൽ ആക്കിക്കൊണ്ട് പോകും. കാരണം ഇങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്നുണ്ടെന്ന് വെച്ചാൽ പലരും പറയും ഇത് അസിഡിക് ആണോ എന്നുള്ള എങ്ങനെ അറിയാമെന്നുള്ള. അപ്പോൾ അങ്ങനെ നോക്കണ്ട. കാരണം ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ മണ്ണ് ന്യൂട്രൽ തന്നെ ആയിരിക്കും. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചെടികൾക്ക് കറക്റ്റായിട്ട് വലിച്ചെടുക്കാനും പറ്റുന്നതാണ് കേട്ടോ. പിന്നും പലരും ചോദിക്കുന്നതാണ് നമുക്ക് കുമ്മായത്തിന് പകരം ഡോളോമേറ്റ് തന്നെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഈ ഡോളോമേറ്റും നമ്മളെ കുമ്മായം നമ്മളെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളെ കുമ്മായം എന്ന് പറഞ്ഞാൽ നമ്മളെ നീറ്റുകൊക്കെ തന്നെ, പക്ഷേ പച്ചക്കപ്പൊടിയുള്ള നീറ്റുകൊക്കെ തന്നെ, പക്ഷേ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റാക്കി പൊടിച്ച് വരുന്നതാണ് ഈ കുമ്മായം. അപ്പോൾ ഈ കുമ്മായം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ മണ്ണിലുണ്ടാവുന്ന വെച്ചാൽ നമുക്ക് ചെടികൾക്ക് ദോഷം ചെയ്യുന്ന ചെറിയ ചെറിയ സൂക്ഷ്മ ജീവാണുക്കളും ബാക്ടീരിയകളും അപ്പോൾ അതിനൊക്കെ നശിപ്പിച്ചിട്ട് നല്ല ശുദ്ധമാക്കി നമ്മളെ മണ്ണിനെ സെറ്റാക്കി തരും. അതാണ് കുമ്മായം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ സാധിക്കുന്നത്. കുമ്മായത്തിൽ കാൽസ്യം ആണ് അടങ്ങിയിട്ടുള്ളത്. അതേ സാധനം നമ്മളെ ഡോളോമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുമ്മായ കല്ലുണ്ടല്ലോ, ചുണ്ണാമ്പ് കല്ല് എന്നാണ്, ഇത് പൊടിച്ചിട്ട് വരുന്നതാണ് ഡോളോമേറ്റ്. അപ്പോൾ ഡോളോമേറ്റിൽ കാൽസ്യം ഉണ്ട്, അതേപോലെ മഗ്നീഷ്യം ഉണ്ട്. പക്ഷേ ഇതിനെന്താ നമ്മളെ മണ്ണിലുള്ള വെച്ചാൽ നമുക്ക് ചെടികൾക്ക് കൃഷിക്ക് ദോഷം ചെയ്യുന്ന ബാക്ടീരിയ സൂക്ഷ്മജീവ ഇതിനെ നശിപ്പിക്കാനുള്ള ശേഷിയൊന്നുമില്ല. നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് അയച്ച മണ്ണിലേക്ക് കാൽസ്യം കിട്ടും, അതേപോലെ മഗ്നീഷ്യം കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കൃഷിയിലേക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഡോളോമേറ്റ് ഇട്ടും നമുക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇപ്പം നിങ്ങളേൽ കുമ്മായാണ് വാങ്ങിയതുള്ളത് അല്ലെങ്കിൽ നിങ്ങളേൽ ഡോളോമേറ്റാണ് വാങ്ങിയുള്ളത് വെച്ചാൽ പച്ചക്കൊക്കെ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. കൈമേൽ എന്താണോ ഉള്ളത് അതിട്ടിട്ട് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുക. കാരണം കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അല്ല ഈ കൈമേൽ ഒരു സാധനം വെച്ചും കൊണ്ട് പലരും ചെയ്യുന്നതാണ്. ഒരു വളം പറഞ്ഞാൽ അത് കൈമേൽ വെച്ചും കൊണ്ട് ആ കണ്ടൻറ്റുള്ള വളം വേറെ നമ്മളതിൽ ഉണ്ടാവും. വെച്ചും കൊണ്ട് മറ്റേ തേടി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെ കൈമേലുള്ള തീർന്നതിന് ശേഷം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു പോയാൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്